പ്രാചീന മലയാളം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമിയുടേതാണ് പ്രാചീന മലയാളം. കുളച്ചൽ യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലാണ്? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് കുളച്ചൽ യുദ്ധം നടന്നത്. 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം നടന്നത്. 1921 ആദ്യത്തെ അഖില കേരള പ്രൊവിൻഷ്യൽ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ഒറ്റപ്പാലത്ത് വെച്ചാണ് 1921 ആദ്യത്തെ അഖില കേരള പ്രൊവിൻഷ്യൽ സമ്മേളനം നടന്നത്. ഇതിന് അധ്യക്ഷത വഹിച്ചത് ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ടി പ്രകാശമാണ്. ആത്മീയ സഭ എന്ന സംഘടനയുടെ സ്ഥാപകൻ രാജാറാം മോഹൻ റോയാണ് ആത്മീയ സഭ എന്ന സംഘടനയുടെ സ്ഥാപകൻ. 1815 ആത്മീയ സഭ സ്ഥാപിച്ചത്. താഴെ പറയുന്നവയിൽ ഏതാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് കേന്ദ്രത്തിൽ ഒരു ദ്വിസഭ നിയമനിർമ്മാണത്തിന് നൽകിയിട്ടുള്ളത്? ആക്ട് ഓഫ് 1919. 1919 ആക്റ്റാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് കേന്ദ്രത്തിൽ ഒരു ദ്വിസഭ നിയമനിർമ്മാണത്തിന് നൽകിയിട്ടുള്ളത്. മൊണ്ടേഗു ചെംസ്ഫോൾഡ് റിഫോംസ് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. 1920 INC സെഷൻ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകി. എവിടെയാണ് ഈ സെഷൻ നടന്നത്? നാഗ്പൂരിൽ വെച്ചാണ് 1920 INC സെഷൻ നടന്നത്. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയത് ഈ സെഷനിൽ വെച്ചാണ്. ചൈനയിൽ ചരിത്രപരമായ ലോങ് മാർച്ചിന് നേതൃത്വം നൽകിയത് മാവോ സേ തുങ്ങാണ്. ചൈനയിൽ ചരിത്രപ്രസിദ്ധമായ ലോങ് മാർച്ചിന് നേതൃത്വം നൽകിയ വ്യക്തി. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവാണ് മാവോ സേ തുങ്. ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സേനയാണ് ചുവപ്പ് സേന. ഏകദേശം 12,000 കിലോമീറ്റർ സഞ്ചരിച്ച് മാവോയുടെ നേതൃത്വത്തിൽ ധാരാളം കൃഷിഭൂമികളും അനേകം ഗ്രാമങ്ങളും പ്രഭുക്കന്മാരിൽ നിന്നും പിടിച്ചെടുത്ത് കർഷകർക്ക് നൽകിയ യാത്രയാണ് ലോങ് മാർച്ച്. ഇത് നടത്തിയതാരാണ്? മാവോ സേ തുങ് ആണ്. വിപ്ലവം തോക്കിൻകുഴലിലൂടെ എന്ന് പ്രസ്താവിച്ച നേതാവാണ് ഇദ്ദേഹം. ചൈനയിൽ സാംസ്കാരിക വിപ്ലവത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് മാവോ സേ തുങ്. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ സ്ഥാപകൻ കൂടിയാണ് മാവോ സേ തുങ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് മാവോ സേ തുങ്. താഴെ തന്നിരിക്കുന്നവയിൽ UN-യുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത് ഏത്? ജർമ്മൻ. UN-ന്റെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം 6. ഏതൊക്കെയാണ്? ഫ്രഞ്ച്, റഷ്യൻ, ഇംഗ്ലീഷ്, സ്പാനിഷ്, ചൈനീസ്, അറബിക്. ഇതൊക്കെയാണ് UN-ന്റെ ഔദ്യോഗിക ഭാഷകൾ. UN-ന്റെ ഭാഷകളിൽ ഏറ്റവും ഒടുവിലായി അംഗീകരിക്കപ്പെട്ട ഭാഷ അറബിക്കാണ്. 1973. UN-ന്റെ ദൈനംദിന കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഭാഷകളാണ് ഇംഗ്ലീഷ്, ഫ്രഞ്ച്. എന്നാൽ ജർമ്മൻ UN-യുടെ ഔദ്യോഗിക ഭാഷ അല്ല. ഫ്രഞ്ച്, റഷ്യൻ, ഇംഗ്ലീഷ്, സ്പാനിഷ്